പുട്ടുപൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി അതിലേക്കുള്ള ഫില്ലിങ്സ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം കുറച്ച് കാഷ്നട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു നേന്ത്രപ്പഴവും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. അതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കൂടെ, ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുള്ളതാണെങ്കിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ആ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ എടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചും കൂടെ എടുക്കാം. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു വാഴയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതിയാകും. അതിനും കൂടെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റായി വരാനായിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് വേകാൻ വെച്ചിട്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് സൈഡിലേക്ക് ആകാതെ വേണം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. ഫില്ലിങ്സ് ഫുള്ളായിട്ടും വെച്ചതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന്